വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. ഇതെൻ്റെ ചേട്ടൻ്റെ വൈഫാണ്. എൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ കസിൻ ദേവു. അപ്പം നിമ്മി ചേച്ചിയുടെ വളകാപ്പ് ചടങ്ങാണ് നാളെ. അതിൻ്റെ തലേ ദിവസമാണ് ഇന്ന്. അപ്പം ഇവരിപ്പോൾ ഇവിടെ റെൻറ്റിലാണ് താമസിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വന്തം വീട്ടിലേക്ക് പോവാണ്. പക്ഷേ അതിന് മുന്നേ നമുക്ക് നാളത്തേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഷോപ്പ് ചെയ്യാനുണ്ട്. അത് വാങ്ങാൻ പോവാം. A few moments later. അങ്ങനെ നമ്മളൊരു യൂബർ എടുത്തിട്ട് നേരെ മാത്സിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ മാത്സിലാണ് വന്നിരിക്കുന്നത്. അപ്പം ചേട്ടനൊരു ഷർട്ട് വാങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് ചേച്ചി ഇറങ്ങി നിൽക്കുമ്പോൾ ചേട്ടൻ്റെ മുകളിൽ ഇറങ്ങി നിൽക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം വിഷ്ണു ചേട്ടൻ അങ്ങനെ പുറകെ ബൈക്കിലാണ് വന്നുകൊണ്ട് നിന്നത്. അങ്ങനെ നമ്മൾ മാത്സിൽ കയറിയിട്ടുണ്ട്. എന്താ ഊണിംഗ് ക്ലാസ് വെച്ച് ഭയങ്കര ഷോപ്പിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ മാത്സ് തന്നെ ഇറങ്ങിയെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മാത്സിൻ്റെ അടുത്ത് തന്നെ ഫ്രണ്ട്സ് ഉണ്ട്, മറ്റ് കടകളൊക്കെ ഉണ്ട്. അപ്പം ഒരിടത്ത് ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു സ്ഥലത്ത് പോവാം. ഒരു സ്ഥലത്ത് തന്നെ മറ്റേ ഈസ്റ്റ് പോയി അവരത്രയും എന്താ ഓപ്ഷൻസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മാത്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതുപോലെ അല്ല കേട്ടോ. മാത്സിന് അത്യാവശ്യം ഇപ്പോൾ നല്ല കളക്ഷനൊക്കെ വന്നിട്ടുണ്ട്. മെൻസിൻ്റെ സെക്ഷൻ തൊട്ടാണ് ഞാൻ പോയത്. ഞാനിവിടെ മാത്സിന് വരുന്നുണ്ടെങ്കിൽ നേരെ കിഡ്സിൻ്റെ സെക്ഷനിലാണ് പോകുന്നത്. എപ്പോഴും എനിക്ക് മെൻസിൻ്റെ സെക്ഷനിൽ പോകുമ്പം എൻ്റെ സൈസിലുള്ളതൊന്നും കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ നേരെ നേരെ മെൻസിലോട്ട് പോകുന്നത്. അപ്പോൾ ചേച്ചി സ്റ്റെപ്പ് കയറി രണ്ടാമത്തെ ഫ്ലോറിലേക്ക് പോകണം. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് പതിയെ പോകുന്നു. അപ്പോൾ ചേച്ചി അതൊന്നും കാര്യം എന്നെ കയറി പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പ്രഗ്നൻ്റ് ലേഡീസ് ഇങ്ങനെ ആയാസരഹിതമായിട്ടുള്ള സ്റ്റെപ്പ് കയറുന്നതിന് ഒരു തെറ്റുണ്ട്. അപ്പോൾ ഒരു എക്സസൈസ് ആവും. അത് മാത്രമല്ല നോർമൽ ഡെലിവറിക്ക് അതൊക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ ഒരേ ഷർട്ട് നോക്കിയിട്ട് 2-3 ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ച 2-3 ഷർട്ട് ട്രയൽ നോക്കാൻ വേണ്ടിയിട്ട് ട്രയൽ റൂമിന് വന്നിട്ടുണ്ട്. അപ്പം വിഷ്ണു ഷർട്ട് ഒരു ബ്ലൂ ഷർട്ട് എടുത്തിട്ടുണ്ട്. അതും വിഷ്ണുവിന് ഭയങ്കര കളറങ്ങ് ഇഷ്ടപ്പെട്ടു. ബ്രൈറ്റ് കളേഴ്സാണ് എനിക്ക് വിഷ്ണു ഷർട്ടിന് ഭയങ്കര ഇഷ്ടം. ഇതിന് ശേഷം ഭയങ്കര പേസ്റ്റൽ ഒരു ഓഫ് അങ്ങനത്തെ കളേഴ്സാണ് നിമ്മിശേഷി ഇഷ്ടം. അപ്പം നിമ്മിശേഷി ഇതിൻ്റെ തന്നെ ബ്ലാക്കും ഒരു ബ്ലൂ. അപ്പം ഈ ഒരു ബ്ലൂ അതൊരു കൊബാൾട്ട് ബ്ലൂ പോലത്തെ ബ്ലൂ ആണ് അതായത് ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നത് കൊണ്ടാണ് എടുത്തത്. എനിക്ക് ഇങ്ങനത്തെ ബ്രൈറ്റ് കളേഴ്സാണ് ഇഷ്ടം. അപ്പം നിമ്മിശേഷി പറഞ്ഞു അത് ഇഷ്ടപ്പെട്ടില്ല, കൊള്ളത്തില്ല, വേറെ എടുത്തതിന് വേറെ ഷർട്ട് പ്രൈസ് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കാറ് കൊള്ളാൻ പോകുന്നു, കൊള്ളില്ല എന്നാണ് പറഞ്ഞത്. ദേവുവിനും സെയിം അഭിപ്രായം തന്നെയായിരുന്നു. അങ്ങനെ അടുത്ത ഷർട്ട് ഇട്ടത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ അയിലിരുന്നില്ല, അതിൻ്റെ തന്നെ ബ്ലാക്ക് ആണിത്. അപ്പം ഫൈനലി നമ്മൾ ഈ ഒരു ഷർട്ടിൽ തന്നെ ഉറച്ചു നിന്നു. മറ്റേ കളറിനെ അപേക്ഷിച്ച് ഈ ഒരു കളർ കൊള്ളാം എന്നുള്ളതിന് നമ്മൾ ഈ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം വിഷ്ണുവിന് സത്യം പറഞ്ഞാൽ ആ ഒരു ബ്ലൂ ആണ് ഇഷ്ടപ്പെട്ടത്. ബ്ലൂ മതിയായിരുന്നു പറയുന്നുണ്ട്. അപ്പം നിമ്മിശേഷിക്ക് അത് ബ്ലൂ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് വിഷ്ണുവേട്ടൻ അത് ഒഴിവാക്കി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബില്ല് നമ്മൾ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും അനന്തു വന്നിട്ടുണ്ടായിരുന്നു. അനന്തു എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ ബ്രദറാണ്. അപ്പം അവൻ കാറുമായിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഫ്രണ്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കാറിന് പാർക്ക് ചെയ്തവനെ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അവൻ്റെ കാറിലാണിപ്പം ഈസ്റ്റ് കോട്ടിലേക്ക് പോകുന്നത്. അപ്പം നമ്മളെല്ലാവരും കൂടിയാണ് നല്ല രസമായിരുന്നു. പാട്ട് ഇട്ടിട്ടാണ് പോയത്. അപ്പം ലൈവ് വോയിസ് എന്തുകൊണ്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ലൈവായിട്ട് വോയിസ് റെക്കോർഡ് ചെയ്യുന്നതിനോട് എനിക്ക് ഓക്കെയാണ്. പക്ഷെ നമ്മളൊരു ഒരു ട്രാവൽ അങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത് ഭയങ്കര വണ്ടിയുടെ ബഹളമൊക്കെ ആയതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ നേരെ ഈസ്റ്റ് കോട്ടയ്ക്കകത്ത് വന്നിട്ട് കുറേ അമ്പലൊക്കെയാണ് നോക്കിയത്. അപ്പോൾ നമ്മൾ അമ്പലത്തെ സെലക്ട് ചെയ്തു. അപ്പം ഈ അമ്പലം നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നമ്മൾ നാളെ വളകാപ്പിന് വിശദമായിട്ടുള്ള എന്താ പറയുക നല്ല ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഡീറ്റെയിലായിട്ട് ചെയ്തിട്ട് ഞാനൊന്ന് ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും പോയി കാണണം. അങ്ങനെ വളകാപ്പിൻ്റെ ഈ വളയാണ് വാങ്ങാനുള്ളത്. അങ്ങനെ വള വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിത് കുപ്പിവള സെക്ഷനിലാണ് കയറിയത്. ഫൈനലി നമ്മൾ കുപ്പിവളന്ന് ഒരുപാട് കളേഴ്സ് നോക്കി സോപ്പ് പച്ച അങ്ങനെ കുറേ നോക്കി. അപ്പം ഞാൻ അപ്പുറത്ത് ഇരുന്ന് ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന കുറേ വളങ്ങളിരിക്കുന്നത് ഉണ്ടായിരുന്നു. റെയിൻബോ കളേഴ്സ് വരുന്നത് നല്ല ഭംഗിയുണ്ട്, നല്ല എനിക്ക് കൊള്ളാം, നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ അപ്പുറത്ത് കുറച്ച് ഗോൾഡൻ ഷെയ്ഡ്സ് വരുന്ന വളം കണ്ടു. ഞാൻ പറഞ്ഞാൽ അത് കൊള്ളാമെന്ന് ചോദിച്ചപ്പോൾ അവിടെ വിൽക്കുന്ന സെയിൽസ് ഗേൾ ആ ഒരു പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ അതാണ് വളകാപ്പ് വള, അത് ആ വള വേണം നമ്മൾ വളകാപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് 3 കളർ സെറ്റോട് കൂടിയ വളകാപ്പ് വളയാണ് വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വളകാപ്പ്
വള വാങ്ങുന്നത് ഈ ഒരു മോഡൽ വളകാപ്പ് വളയാണ് നിങ്ങൾ വാങ്ങാനുള്ളത്. നമ്മൾ സാധാരണ നോർമൽ ഈ വളകളല്ല, ഇതുപോലെ ഗോൾഡൻ കളേഴ്സാണ്. നമ്മൾ ഗോൾഡൻ കളർ ഉപ്പിവള, അതായത് ഗോൾഡൻ വർക്കുള്ള ഉപ്പിവളകളാണ് നമ്മൾ വാങ്ങേണ്ടത് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ചോയ്സുണ്ട്. നമ്മളിപ്പോൾ എടുത്തത് പച്ചയുടെ 2 ഷെയ്ഡ്, പിന്നെ ഒരു റെഡ്, ഇങ്ങനെ ഈ 3 ഷെയ്ഡാണ്. നീല നോക്കിയത്, നീല നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ അവൻ തിരിച്ചു വെച്ചു. അങ്ങനെ നമ്മുടെ വണ്ടി ഈ പത്മതീർത്ഥക്കുളത്തിൻ്റെ സൈഡിലായിട്ടാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളിപ്പോൾ വണ്ടിയിൽ ഏറി വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ടാണ് മറ്റ് പല കാര്യങ്ങളും ചെയ്യാനുള്ളത്. അപ്പോൾ ഈ കുഞ്ഞി ഷോപ്പിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സുഖരാജൻ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.